ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു കുക്കിംഗ് വ്ളോഗാണ് ഗൈസ്. കുക്കിംഗ് വ്ളോഗിന് എന്തിനാണ് ഇത്ര ലിപ്സ്റ്റിക് എന്നാലും ചോദിക്കരുത്. ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് നിന്നതാണ്. പിന്നെ ഇപ്പോഴും നമ്മൾ തൂക്കാറില്ലല്ലോ. അപ്പം ചായ കുടിച്ചിട്ട് കുക്കിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഫുള്ള് വെജാണ് ഗൈസ്. പല്ല് കമ്പി ഇട്ടതിന് ശേഷം ഞാൻ പല്ല് കാണിച്ച് ചിരിക്കാറില്ല ഗൈസ്, അത് അത്രയ്ക്ക് കോമഡിയാണ്. അതുകൊണ്ട് ഞാൻ നോക്കുവാണ് പല്ല് കമ്പി ഇട്ട് ചിരിച്ചാൽ എങ്ങനെയുണ്ട്, രസമുണ്ടോ എന്നൊക്കെ. ആക്ച്വലി ഭയങ്കര ബോറാണ്, എന്നാലും നമ്മൾ ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചായ കുടിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. സോ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ നേരമാണ് ഞാൻ മനസ്സിലാക്കിയത് കോവയ്ക്ക വെക്കാനായിട്ട് നമുക്ക് പച്ചമുളകില്ല. സോ ഞാൻ പച്ചമുളക് തപ്പി ഇറങ്ങി ഗൈസ്. അങ്ങനെ 2-3 പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു, അത് പറിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുഞ്ഞതിനെയും പറിച്ചുകൊണ്ട് പോരുന്നു, അതായത് വിളയാത്തത്. അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടി. ഇനി നമുക്ക് അതിനെല്ലാം അരിഞ്ഞ് വെക്കണം. ഇത് കാട്ടിലെല്ലാം പോയി കയറിയത് ദേഹമൊക്കെ ചൊറിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. പണ്ട് എനിക്ക് ഇഷ്ടമേ ഇല്ലാത്തൊരു സാധനമായിരുന്നു ഈ കോവയ്ക്ക്. ഇപ്പം എന്താ നടത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. ടൈം കൂടുന്തോറും ഇങ്ങനെ ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് വരുമെന്ന് തോന്നുന്നു. ഓക്കെ, ഫസ്റ്റ് അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കുന്ന അതിന് മുന്നേ തന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇതിൽ നമ്മൾ പച്ചമുളക് ഇട്ടത് കൊണ്ട് മുളക് പൊടി ഇടുന്നില്ല, അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയാണ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആകെ ചേർക്കുന്ന ഒരു പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. അങ്ങനെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി. നെക്സ്റ്റ് വീട്ടിൽ കുറച്ച് സോയാ ബോൾസ് ഇരിപ്പുണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു സോയാ ബോൾസ്. സോ അതിനെ ഒരു ഫ്രൈ പോലെ ചെയ്യാമെന്ന് കരുതി. ആദ്യം തന്നെ അതിന് നമ്മൾ സോയാ ബോൾസിനെ ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് അതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മളതിനെ നല്ലപോലെ പിഴിഞ്ഞ് അതിലെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളയണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമ്മുടെ ഈ പിഴിഞ്ഞെടുത്ത സോയാ ബോൾസിനകത്തോട്ട് ഇടണം. എന്നിട്ട് കുറച്ച് മുളക് പൊടി, നമ്മൾ ആ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണല്ലോ വേവിച്ചതുകൊണ്ട് വീണ്ടും ഉപ്പിടേണ്ട ആവശ്യമില്ല. മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിനെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പം ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്തതെല്ലാം എടുത്ത് മാറ്റിയിട്ട് സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവാള നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഈ സവാള മൂത്തതിലോട്ട് നമ്മൾ കുറച്ച് പൊടികൾ, നമ്മളെടുത്ത മുളക് പൊടി മസാലപ്പൊടി എല്ലാം കുറച്ച്, ഒത്തിരി ഇടരുത്, കുറച്ച് ഇട്ടിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച് സോയാ ബോൾസ് ഇടണം. ഓൾസോ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഇടണം. അപ്പോഴത്തേക്കും ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. അങ്ങനെ ഇതിനെ നല്ലപോലെ നമ്മൾ ഫ്രൈ പോലെ ആക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സോയാ ബോൾസ് ഫ്രൈ റെഡി. ഇതുവരെ വളരെ ശരിയായിരുന്നു. അപ്പോഴാണ് ഇവിടെ കുറച്ച് മാങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ടൊരു മാങ്ങക്കറി ഉണ്ടാക്കാമെന്ന്. അത് അട്ടർ ഫ്ലോപ്പായിരുന്നു ഗൈസ്, കാരണം എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ യൂട്യൂബ് നോക്കി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം സെറ്റാക്കി എടുത്തതാണ്. എല്ലാം ഓക്കെ ആയിരുന്നു. ബട്ട് അവസാനം നമ്മൾ ഈ കടുക് താളിച്ചൊഴിക്കണമല്ലോ, ആ കാര്യം ഞാൻ മറന്നു പോയതുകൊണ്ട് തന്നെ അതിന് ആ ഒരു കംപ്ലീറ്റ്ലി ടേസ്റ്റ് വ്യത്യാസമായിരുന്നു. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പം താങ്ക് യു ഗൈസ്.